നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ അന്തേവാസികളെ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത കെട്ടിടത്തിലേക്ക് മാറ്റുന്നുവെന്ന ആരോപണവുമായി അന്തേവാസികൾ. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ അന്തേവാസികൾക്കായി നിർമ്മിച്ച കെട്ടിടം ഉണ്ടെന്നിരിക്കെയാണ് അവിടെ തന്നെയുള്ള പഴയ കെട്ടിടത്തിലേക്ക് തങ്ങളെ മാറ്റുവാൻ ശ്രമിക്കുന്നതെന്ന് അന്തേവാസികൾ ആരോപിച്ചു. ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ മാറ്റുവാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൽ ഇല്ല എന്നും ആക്ഷേപമുണ്ട്. ഞങ്ങളെ പോവാൻ പറയുന്ന കെട്ടിടത്തില് 3 ബാത്റൂമുണ്ട്. കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ആ സൗകര്യം. പുറത്തോട്ടൊന്ന് ഇറങ്ങിയിരിക്കാൻ ഒരു സൗകര്യമില്ല. ഒരു രോഗിക്ക് ഇത്തിരി കയ്യോ കാലോ ഒന്ന് പെട്ടെന്ന് പഴുത്ത് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൗകര്യം ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ? ഇതാണ്ട് ഇപ്പം നിങ്ങളിവിടെ വന്നു, ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു, ഞങ്ങളിരുന്നു. അവിടെ ആ സൗകര്യം ഉണ്ടോ? 3 ബാത്റൂമിൻ്റെ അകത്ത് കുളിയും നനയും ഇതെല്ലാം ചെയ്യാൻ ഒരു ഇതുണ്ടോ? പെട്ടെന്നൊരു കുട്ടരോഗിയാണ്, കയ്യോ കാലോ ഒന്ന് പഴുത്തു, ഇത്തിരി ചൂടുവെള്ളം കുടിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടോ? അതുണ്ടോ? സാറ് നമ്മള് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഈ രോഗം പിടിച്ചിവിടെ വന്ന് വെടികെട്ട് പോയി. അവിടെ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ? എല്ലാം കാര്യങ്ങളും 2 ബാത്റൂമിലായിട്ട് കഴിച്ചു കൂട്ടാൻ ഒക്കുവോ? ഒരു കുളിയും നനയും എല്ലാം. നിലവിൽ അന്തേവാസികൾ താമസിക്കുന്ന കെട്ടിടം തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. 40-50 വർഷം പഴക്കമുള്ള ഓടിട്ട കെട്ടിടത്തിലാണ് ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. കളക്ടർ ചെയർമാനായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗങ്ങളുമുണ്ട്. അന്തേവാസികളെ അവിടെ തന്നെയുള്ള പഴയ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞയാഴ്ച HMCയിൽ നിന്നും ഒരു സബ് കമ്മിറ്റി എടുത്തിരുന്നു. എന്നാൽ ആ സബ് കമ്മിറ്റിയിലേക്ക് കോൺഗ്രസിന്റെയോ BJPയുടെയോ അംഗങ്ങളെ ഉൾപ്പെടുത്തിയില്ലെന്നും അന്തേവാസികളുടെ ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.